ഈ ഷർത്ത് അങ്ങോട്ട് വെച്ചാൽ, ഷർത്തുണ്ടെങ്കിൽ എന്തായാലും വെക്കണല്ലോ, വെച്ചാൽ മുറബിയില്ല. അതുകൊണ്ട് മുറബിയായ ശൈഖിനെ തേടി ആരും പോകണ്ട. ആ കാലം കഴിഞ്ഞിരിക്കുന്നു, തർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു. ഇനി ആരെങ്കിലും ശൈഖ് മുർഷിദ് എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അത് കുട്ടികൾ മണ്ണ് വാരി കളിക്കുന്നത് പോലെയാണ്. ഒരു പാത്രത്തിൽ ചാറ് ചോറ് എന്ന് പറയുന്നല്ല, യഥാർത്ഥത്തിൽ ഇതില്ല. ഇത് പറഞ്ഞത് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരല്ലേ? അബ്ദുൽ ഖാദർ മുസ്ലിയാർ മാത്രല്ല മോനെ, ഇന്റെ കുട്ടിയും പറയണത്. എന്റെ തൊള്ളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചരാ. ഹലാലായ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് പൊന്മസ്താവ് പറഞ്ഞു. എന്നാൽ ഹലാലായ ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞാളാ ഇതെന്താ കിശേന്ന് പ്രസംഗിച്ചേ? ത്വരീഖത്തിന്റെ ശൈഖിനെയും അന്വേഷിങ്ങൾ നടക്കണ്ട, നിങ്ങളെ കാലം കഴിഞ്ഞു പോകും. അതന്നെയല്ലോ പൊന്മസ്താവും പറഞ്ഞേ. പൊന്മസ്താദ് അത്രയും പറഞ്ഞിട്ടില്ല. പൊന്മസ്താദ് പറഞ്ഞത്, പൊന്മസ്താദ് അതിന്റെ ശേഷം എത്രയോ പ്രസംഗങ്ങളിൽ ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ കേൾപ്പിച്ച ക്ലിപ്പ് ചമ്മാടത്ത് ആ ക്ലിപ്പ് മാത്രമായിട്ട് ആളെ പറ്റിച്ച അല്ലേ? എന്നാൽ ഇന്ത്യട്ടി എന്താ പറഞ്ഞേ? പിന്നെ ഇവിടെ ത്വരീഖത്തിന്റെ പേരിൽ പ്രവർത്തിക്കണ 90% പൊന്മസ്താദ് പറഞ്ഞ് ചെറ്റാണ്ട് കുട്ടിട്ട് കളിച്ചിട്ട് മാറിച്ച് കറിയും ചോറും വെച്ച് കളിക്കണ മാതിരിയാണ്. ഇന്ത്യട്ടി പറഞ്ഞതോ 90% ലാലും മുതലുമാണ് എന്നത് വളരെ വ്യക്തമായ സത്യമാണ്. ഇത് പ്രസംഗിച്ചിട്ടില്ല. അനക്ക് എന്താ അധികാരം പൊന്മസ്താവിനെ ചോദ്യം ചെയ്യാന്? പൊന്മസ്താവിന് നെഞ്ഞത്തേക്ക് വരണ്ട. ഈജാത് പ്രസംഗിക്കുക മാത്രമല്ല, ഇജും കാട്ടുകള്ളൻ സമതും പ്രസംഗിച്ചിട്ട് നാട് നീളെ കൊണ്ടു കടന്ന് വിറ്റ് 30 രൂപയ്ക്ക് വിറ്റ് കായുണ്ടാക്കി നടന്നവനാജി. മനസ്സിലായോ? അതുകൊണ്ട് പൈസ ഉണ്ടാക്കി അത് തിന്ന് ജീവിച്ചാളാജി. ഇതും കാട്ടുകള്ളൻ സമതും ഇത് എത്ര സ്ഥലത്ത് വിറ്റിട്ടുണ്ട്. എൻ്റെ പഴയകാല ആദർശ മുന്നേറ്റം എടുത്തോക്ക്. കൊണ്ടോട്ടിയിൽ വെച്ച് കീശേരി വെച്ച് പ്രസംഗിച്ച് ആ ക്ലിപ്പ് ഒന്നും കണ്ടോ? പൊന്മസ്താവിനെ കടന്ന് നിൽക്കട്ടെ. പൊന്മസ്താവ് എന്താ പറഞ്ഞത് ഞാൻ കേൾപ്പിക്കും. മുറബിയ ഷെയ്ഖ് ഉണ്ടോ? ഹിജറ 824 മുറിഞ്ഞിക്കണോ? ഇന്ന് തർബിയത്തുണ്ടോ? ഇന്ന് മുറബിയ മശായിഖുമാരുണ്ടോ? ഒക്കെ പൊന്മസ്താവ് പറഞ്ഞാൽ ഞാൻ കേൾപ്പിക്കും. അതുകൊണ്ട് അവസാനത്തെ ഒരു ഉപദേശം, ത്വരീഖത്തും ഹഖീഖത്തും ശരീഅത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പുള്ള ശരീഅത്തിൽ ഒന്ന് കർശനായി ജീവിക്കുക. സ്വാലിഹീങ്ങളോടൊക്കെ നമുക്കൊന്ന് കൂടി പെരുമാറുക. അതാപ്പ നമുക്ക് നല്ല വഴി. ത്വരീഖത്തിന്റെ ശൈഖിനെ നോക്കി നിങ്ങൾ പോകുമ്പോഴേക്ക് കാലം കഴിഞ്ഞു പോകും. കേട്ടില്ലേ? ത്വരീഖത്തിന്റെ ശൈഖിനെയും അന്വേഷിച്ച് നിങ്ങൾ പോകുമ്പോഴേക്കും നിങ്ങളെ കാലം കഴിഞ്ഞു പോകും എന്ന് പറയാൻ കിട്ടൂല, ഇല്ലാന്ന്. മനസ്സിലായോ? പിന്നെ അനക്ക് എന്താ അധികാരടോ പൊന്മസ്താവിനെ ചോദ്യം ചെയ്യാനേ? എൻ്റെ അവസാനത്തെ ഉപദേശം ഞങ്ങൾ സ്വീകരിച്ചും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ത്വരീഖത്തിന്റെ ശൈഖിനെ അന്വേഷിച്ച് നടക്കണ്ട, നിങ്ങളെ കാലം കഴിഞ്ഞു പോകും. നിങ്ങൾ തെരഞ്ഞ് നിങ്ങളെ ജീവാണ് പോകുക എന്നല്ലാതെ എന്താവും? കുഞ്ഞാമിന്റെ ഭാഷ പറഞ്ഞാൽ ഷേർട്ട് കൊണ്ട് പിടിച്ചുകൊണ്ട് പോകും. എന്നാലും ഷേർട്ട് പിടിച്ചുകൊണ്ട് വരെ ഗതി കിട്ടൂല, കാലം കഴിഞ്ഞു പോകും. മനസ്സിലായോ? ഇത് ഇജ്ജ് പ്രസംഗിക്കുക മാത്രമല്ല, ഇത് DVD ആക്കി ലോകം മുഴുവൻ വിറ്റാളാജ്, വിറ്റ് പൈസ ഉണ്ടാക്കിയ ആളാജ്. പിന്നെ ഇജ്ജ് പറഞ്ഞത് എന്താ? പൊന്മസ്താവ് കുട്ടികൾ ചാറ്റിൽ പുട്ടിൽ കളിക്കുന്ന മാതിരിയാന്ന് പറഞ്ഞു എന്നല്ലേ? ഇജ്ജ് പറഞ്ഞതോ ഇവിടെ പ്രവർത്തിക്കുന്ന 90% ത്വരീഖത്തിന്റെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ, മശായിഖന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്നവര് ലാല് പേച്ചാള്, മുതില് പേപ്പിക്കുന്ന ആള്. വാലിലും മുതിലും പേച്ചവനും പേപ്പിക്കുന്നവനുമാണ്. ഇനി അങ്ങനെ അർത്ഥം വെച്ചാലും വേണ്ടില്ല, അതിന്റെ അർത്ഥം പറയാമല്ലോ. ഈ 90% ആൾക്കാരും. പിന്നെ എനക്ക് എന്ത് അധികാരമോ? എനക്കും കാട്ടുകള്ളം സമത്തിനും കാട്ടുകള്ളം കുഞ്ഞാമീനും ഈ ത്വരീഖത്തിന്റെയും മശായിഖന്മാരും പേര് പറയാൻ? ഇതാ തിന്ന പൈസ ഒക്കെ തിരിച്ചു കൊടുക്കണോ? DVD ആക്കി വിറ്റ് മുങ്ങിയല്ലോ, അതൊക്കെ തിരിച്ചു കൊടുക്കടാ. ഓരോ സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു, ഈ DVD വാങ്ങിയ ആളുകൾ ആ പൈസ ഇതാ ഞങ്ങളത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കടാ ഓരോ സ്റ്റേജിലും. എന്നാലും ആ പാപം തീരൂല. മഹാന്മാർ അവർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. കേട്ടില്ലേ? മഹാന്മാർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ, മശായിഖന്മാരുടെ പേരിൽ ഇവിടെ പ്രവർത്തിക്കണ, ഔലിയാക്കളുടെ പേരിൽ ഇവിടെ പ്രവർത്തിക്കണോര്, അതായത് മശായിഖന്മാരും ഔലിയാക്കളും 90% ഇന്നിവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ വാലുൻ മുതില്ലുൻ, പേച്ചവരും പേപ്പിക്കുന്നവരുമാണ്. ഇത് വ്യക്തമായ സത്യമാണ്. ഇത് പ്രസംഗിക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഇവൻ പ്രസംഗിക്കുമ്പം ഇവന്റെ കോമാട്ടുചാലിൽ ഹയാത്തിലുണ്ട്. അതേപോലെ ഇവൻ ഇന്ന് വലിയ ഷെയ്ഖ എന്ന് പറയുന്ന ഇവന്റെ സുലൈമാണ്ടി എന്ന് പറയുന്ന ആള് ഹയാത്തിലുണ്ട്. വീരാണ്ടി ഹയാത്തിലുണ്ട്, കീശേരി വീരാണ്ടി. ഇപ്പം വലിയ ഷെയ്ഖായിട്ട് കാട്ടുകള്ളം സമത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന മൗലികളൊക്കെ ഒതുക്കണ്ട്. പിന്നെ ഇപ്പോൾ പഠിത്തങ്ങൾ ഇവരൊക്കെ ഹയാത്തിലുള്ളപ്പോഴാണ് ഇവിടെ പ്രവർത്തിക്കുന്ന 90% വാലിലും മുതിലും എന്ന് പ്രസംഗിച്ചേ. പിന്നെ അനക്ക് എന്താ അധികാരമോ പൊന്മസ്താവിനെ പറ്റി പറയാനേ? ഇജ്ജ് പറഞ്ഞ മാതിരി പൊന്മസ്താവ് പറഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഇതുപോലെ പറഞ്ഞ ഒരാളെ കാണിച്ചു തരുമോ? ഈ കാട്ടുകള്ളൻ നൗഷാദും സമതും അല്ലാതെ? കാട്ടുകള്ളൻ സമതാടെ പുത്രക്കുണ്ട്,
ഓനാടുണ്ട് ഇത് പറയുമ്പം കുഞ്ഞേമില്ല കേട്ടോ, കുഞ്ഞേമില്ലാത്തപ്പോൾ പറയാൻ പാടില്ലല്ലോ. കുഞ്ഞേം വന്നാട് എത്തിയിട്ടില്ല. എന്നിട്ട് ഓനിപ്പോൾ പൊന്മസ്ഥാനം ചോദിച്ചു, ഇനി പൊന്മസ്ഥാനം എന്താ മുറബിയ ഷെയ്ഖ് ഇല്ല എന്നാ പറയണ്ടേ, 824 ഇല്ല എന്നാണോ പറയണ്ടേ, ഉണ്ട് എന്നാണോ പറയണ്ടേ? അത് ഞാൻ 2 ക്ലിപ്പ് കൽപ്പിച്ചു തരാം, അതൊന്നും കണ്ടോളി. പൊന്മസ്ഥാനം പഠിപ്പിച്ചില്ലേ, പൊന്മസ്ഥാനം എന്താ പറഞ്ഞത് ഞങ്ങൾക്കാരോടോ? അതിൽ ആ മറുപടി പറഞ്ഞ ഉസ്താദും പറഞ്ഞേ പൊന്മസ്ഥാനം എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അയാൾ അതിൽ ആ സഖാഫി. പൊന്മുസ്താദ് ഇവിടെ ക്ലാസ് എടുത്തു, തെർബിയത്തിന്റെ ശീഖന്മാരെ കുറിച്ച് പറഞ്ഞു. അങ്ങനത്തെ ശീഖന്മാരൊന്നും ഇന്നില്ല, ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ശീഖന്മാരില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ആവും മനസ്സിലാക്കണം. തെർബിയത്തിന്റെ ശീഖന്മാർ ഇല്ലാണ്ടായിട്ടില്ല. അവനാ പറഞ്ഞതിന്റെ ഉദ്ദേശം ഉണ്ട്, പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ വളരെ വിരളാണ്. ഏതെങ്കിലും കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ, ലക്ഷം മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കിട്ടിയെങ്കിൽ ആയി. മമ്പുറത്തപ്പാപ്പ മുറബിയായ ശേഖായിരുന്നില്ലേ? ആർക്കാ തർക്കം? അങ്ങനത്തെ തെർബിയത്തിനെ മക്കാമെത്തിച്ച് വേറെ എത്ര ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട എന്താണ് അബൂബക്കറിൽ ബക്കരി, സയ്യിദുൽ ബക്കരി, നമ്മളെ ഫത്തുൽമേദിയ ബക്കറിയിലെ വലിയ ബക്കരി, അവരൊക്കെ മുറബിയ ശൈഖുമാരായി എണ്ണപ്പെട്ടവരിൽപ്പെട്ട ആളുകളാണ്. അബ്ദുൽ ഗനിയൻ, ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. പക്ഷേ കേട്ടില്ല, ഹിജ്റ 824 ലക്ഷം തെർബിയത്തിന്റെ മശായിഖുമാർ മുറിഞ്ഞു എന്ന് പൊന്മസ്ഥാദ് പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കണ കാട്ടുകള്ളന്മാരെ കേട്ടോളി. പൊന്മസ്ഥാദ് അതൊക്കെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല ഉണ്ട്. പിന്നെ നൗഷാദ് കീശേരി എന്ന് പറഞ്ഞല്ലോ, അവരെ കണ്ടെത്തൽ വളരെ പ്രയാസമാണ്. എത്ര ക്ലിപ്പ് വേണം? ഇമാം ഷെഹറാനി പറഞ്ഞിട്ടുണ്ട്, ഷെഹറാനി ഇമാമിന്റെ കാലത്ത് തന്നെ അങ്ങനത്തെ ഒരാളെ മുറബിയായ ഷെയ്ഖിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണെന്ന് ഞങ്ങൾ നേതാവാണ് ഷെഹറാനി ഇമാം എന്ന് പറഞ്ഞല്ലോ ആരിഫ് മദീനിനോട്. ആ ഷെഹറാനി ഇമാം പറഞ്ഞു എന്ന് ഈ പ്രസംഗത്തിൽ ഞാൻ മുമ്പ് പറയാൻ കേൾപ്പിച്ചതാണ് ക്ലിപ്പ്. അപ്പോൾ പൊന്മസ്ഥാദ് പറഞ്ഞ അതിന് ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് തെറ്റാന്ന് പറയാൻ വരുന്നുണ്ട് എനിക്ക്. കാട്ടുകള്ളം സമ്മതവും കാട്ടുകള്ളം കുഞ്ഞേമൂതി ഉണ്ടല്ലോ, വന്ന് തൊള്ള തുറക്കി അണ്ണാക്ക് കാണി തിരികെ തരും. മനസ്സിലായോ? ഈ നൗഷാദ് പറയണ്ടേ. അപ്പം മുറബിയായ മശായിഖന്മാർ ഉണ്ട് എന്നാ പൊന്മസ്ഥാദ് പറയണ്ടേ. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടിപ്പോൾ അതെന്താണെന്നാണ് ഇപ്പോൾ ഇത് വിശദീകരിക്കേണ്ടത്. ഇനിയാണ് നിങ്ങൾക്ക് അടുത്ത പ്രസംഗം കണ്ടോളി. എത്ര പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അത് ഈ കാട്ടുകള്ളന്മാരുടെ മൂടി വെക്കും, പറയില്ല. ഈ പറഞ്ഞത് തെറ്റാന്ന് പറയാൻ ഞാൻ വെല്ലുവിളിക്കാൻ ഉഷാദിന. പൊന്മസ്ഥാദി പറഞ്ഞിട്ടല്ലോ, തെറ്റാന്ന് പറയാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങളിവിടെ പറഞ്ഞു കാണുമ്പോൾ സീഡ് ഇറക്കി വിറ്റ് കായുണ്ടാക്കി പെണ്ണുങ്ങൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത ആശയ പൊന്മസ്ഥാദി പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ പൊന്മസ്ഥാദി പറഞ്ഞ ശേഷം നിങ്ങൾ എത്രയോ പറഞ്ഞിരുന്നു, ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞിരുന്നു കണ്ട് വിറ്റ് കായുണ്ടാക്കി കുട്ടികളെയും പെണ്ണുങ്ങളെയും പോറ്റിയ പ്രസംഗമാണ്, ആദർശമാണ്. അത് തെറ്റാന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി, വിവരം അറിയും. ഒന്ന് പറയട്ടെ, അടുത്ത പ്രസംഗത്തിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഓനെ നേരിടാൻ ഒരു മൂല്യന്മാരും വേണ്ട, സാധാരണക്കാർ മാത്രം മതി. ഓനെ അതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു വെച്ചിരിക്കണ്. എന്ത് ത്വരികത്തിൽ വിഷയത്തിൽ വന്നാലും ഈ കീശേരി പ്രഭാഷണത്തിൽ അവിടെ കൊടുക്കും, അതിനപ്പുറത്ത് കാണു പോവില്ല. കാരണം ഇതിട്ട് കുറേ തിന്ന് പറഞ്ഞല്ലേ, വേത്തിന് വേറിടില്ല. ആ ശരീരത്തിൽ അതുണ്ടാവും, ആ രക്തത്തിലും ആ മാംസത്തിലും ആ മജ്ജയിലൊക്കെ അലിഞ്ഞു ചേരും. തിരിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. ഖിയാമത്ത് വരെ ഇത് നിലനിൽക്കുന്നു. പക്ഷേ അതിന്റെ അഖിലേറ്റ് ബന്ധപ്പെടുമ്പോൾ മാത്രമേ അവരിത് കൊടുക്കുള്ളൂ. എല്ലാവർക്കും ഇത് കൊടുക്കൂലെന്നും അവരെ കണ്ടെത്താനും അതിന്റെ അഖിലേക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാത്തൊരു കഴിയില്ലെന്നുമാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരെ കണ്ടെത്തുന്നതിന്റെ ഒരു വഴി കൂടിയാണ് അവർ നമുക്ക് തരുന്ന ദിക്റുകൾ ചൊല്ലി പതിവാക്കൽ. അപ്പോ സലാത്തിന്റെ ദിക്റ് ഒന്നുമില്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് ശേഷം നടക്കുന്ന ഹദ്ദാദ് റാത്തീബ്, അതിലൊക്കെ നമ്മളിങ്ങനെ താല്പര്യവും പങ്കെടുത്താൽ അൽഹംദുലില്ലാഹ് ചിലപ്പോ അങ്ങനത്തെ ഒരു ഷെയ്ഖുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞെന്ന് വരും. അട്ടൻട്രിയായി ഇനി അങ്ങനെ ഒരു മുറബിയായ ഷെയ്ഖ് വരൂല, ഉണ്ടാവൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പാടുകയില്ല. കേട്ടിക്കെതിരെ അവസാനം വ്യക്തമായി പറയണേ, അങ്ങനെ ഒരു മുറബിയായ ഷെയ്ഖ് ഉണ്ടാവൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനും പാടില്ല. അപ്പോൾ പൊന്മസ്ഥാന്റെ വാദം എന്താ? മുറബിയായ മശായിഖന്മാരുണ്ട്. പിന്നെ അവരെ കണ്ടെത്തൽ നൗഷാദ് പറഞ്ഞ മാതിരി, കീശേരി എന്ന് പറഞ്ഞ മാതിരി വളരെ പ്രയാസമായിരിക്കും. ഷെഹറാനിമാമിന്റെ കാലത്ത് തന്നെ ഷെഹറാനിമാമൊക്കെ പറഞ്ഞത് നൗഷാദ് കീശേരി എന്ന് പറഞ്ഞല്ലോ. ആ ക്ലിപ്പൊക്കെ നമ്മൾ കുറേ കേട്ടതല്ലേ എല്ലാവരും. നിഷേധിച്ചത് അതൊക്കെ ഇവിടെ ഹാജരാക്കും. ഈ കാട്ടുകള്ളൻ നൗഷാദും കാട്ടുകള്ളൻ സമതും പ്രസംഗിച്ച് ഇവിടെ പറഞ്ഞതാ അതൊക്കെ മനസ്സിലായോ? എന്നിട്ടിപ്പം പൊന്മസ്ഥാനെ ചോദ്യം ചെയ്യാൻ വന്നിക്കുക നടക്കാനൊക്കെ, മനസ്സിലായോ? ഒരു കുരുവട്ടൊരിക്കും കഴിയില്ല മോനെ. അതിനെ ഞങ്ങൾക്കൊന്ന് കണ്ടിത് തുറന്നാ കൊടുക്കും, മനസ്സിലായോ? വെയിലവർ പെടാത്തേ എല്ലാ വിഷയത്തിലും പെട്ടില്ലേ.